48 വർഷം മുമ്പാണ് AKG നമ്മെ വിട്ടുപിരിഞ്ഞത്. അതാവട്ടെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒടുവിൽ കോൺഗ്രസിൻ്റെ അധികാര കുത്തക രാജ്യത്ത് ആദ്യമായി അവസാനിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ ശ്രവിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന AKG വിട പറയുന്നത്. AKG സ്റ്റാച്യുവിൽ എഴുതി വച്ച ഒരു കാര്യം ഇന്നും പ്രസക്തമാണ്. ഭാരതത്തിൽ ദരിദ്രരുടെയും ഭാരം ചുമക്കുന്നവരുടെയും കഷ്ടപ്പെടുന്ന എല്ലാ ഇടത്തരക്കാരൻ്റെയും വസന്തകാലം വിരിയും. ആ വസന്തത്തിൻ്റെ പിറവി കാണാൻ അതിയായി ആഗ്രഹിക്കുന്ന എനിക്ക് അത് കഴിഞ്ഞില്ലെങ്കിലും ദുഃഖമില്ല. കാരണം എൻ്റെ സഖാക്കൾക്ക് അത് കാണാൻ കഴിയും. അത് നിശ്ചയമാണ്. ഈ നിശ്ചയദാർഢ്യമാണ് AKGയുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ കഴിയുന്ന മാറ്റത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജാതി വിരുദ്ധ, ജന്മി വിരുദ്ധ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനാണ് AKG നേതൃത്വം കൊടുത്തത്. നവോത്ഥാന പ്രസ്ഥാനം ജാതി വിരുദ്ധ പോരാട്ടം കേരളത്തിൽ നയിച്ചു. അതിൻ്റെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായി. അതിൻ്റെ തലപ്പത്ത് ശ്രീനാരായണ ഗുരുവായിരുന്നു. കോൺഗ്രസ്സുകാർ, AKG അടക്കമുള്ളവർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ജാതി വിരുദ്ധ, ജന്മി വിരുദ്ധ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു എന്നതുകൊണ്ടാണ് ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്ക് കാരണം. അത്തരമൊരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു സഖാവ് AKG അടക്കമുള്ളവർ പങ്കുവഹിച്ചത്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. അതാണ് കണ്ടോത്ത് തെരുവിൽ 1930 അദ്ദേഹം നടത്തിയ ഉശിരൻ പോരാട്ടത്തിന് തുടക്കമായത്. ആ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഒലക്ക കൊണ്ട് അടികിട്ടിയ AKGയുടെ ആ ധീരമായ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പട്ടിക്കും പൂച്ചക്കും നടന്നു പോകാവുന്ന വഴിയിലൂടെ നടന്നു പോകാവുന്ന സ്വാതന്ത്ര്യം നേടി തന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം നിഷേധിച്ച അക്കാലത്ത് അതിനെതിരായ പോരാട്ടത്തിലാണ്. ശ്രീനാരായണ ഗുരു 1888 തുടങ്ങിവെച്ച മാറ്റത്തിനു വേണ്ടിയുള്ള ആ പോരാട്ടം പിന്നീട് ക്ഷേത്രം തുറന്നുകൊടുക്കാൻ കഴിയും വിധത്തിലുള്ള പോരാട്ടമാക്കി മാറ്റിയത് കേളപ്പൻ നടത്തിയ സത്യഗ്രഹമാണെങ്കിലും അതിൻ്റെ ഇടം കൈയും വലം കൈയുമായി പ്രവർത്തിച്ചത് AKGയും കൃഷ്ണപിള്ളിയുമായിരുന്നു. AKG വടക്ക് നിന്നും ആളുകൾ ഗുരുവായൂരിൽ എത്തിച്ചതും
കൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹം അനുഷ്ഠിക്കുന്ന ആ വേളയിൽ മണിയടിച്ച് വിശ്വാസികളായ പിന്നോക്കക്കാരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചതും ചരിത്ര സംഭവം തന്നെയാണ്. സാമൂതിരി രാജാവ് വഴങ്ങിയിരുന്നില്ല. സാമൂതിരി രാജാവിൻ്റെ ക്ഷേത്രമായിരുന്നു അത്. ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി പൊരുതാൻ വിശ്വാസികളുടെ അട്ടപ്പേർ അവകാശപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അവർ തയ്യാറായിരുന്നില്ല. പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മറ്റു വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ 1936 നടന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള സത്യഗ്രഹ സമരത്തോടൊപ്പമായിരുന്നില്ല, വിശ്വാസികൾക്കൊപ്പമായിരുന്നില്ല. വിശ്വാസികൾക്കൊപ്പം വന്ന് AKGയും കൃഷ്ണപിള്ളിയും കേളപ്പൻ്റെ സത്യഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണപിള്ള അടികൊണ്ടും AKG വടക്ക് നിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നും നടത്തിയിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് സാമൂതിരി രാജാവിന് ആ ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നത്. പിന്നീട് ക്ഷേത്രം തുറന്ന് അകത്ത് കയറാനുള്ള ത്രാണി വിശ്വാസികളായ എല്ലാ ജാതിയിലും പെട്ടവർക്കുണ്ടായി. അപ്പോൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതിയ AKG പിന്നീട് ജമ്മിത്വത്തിനെതിരായിട്ടാണ് രംഗത്ത് വന്നത്. EMSനെ പോലെ AKGയും സമ്പന്ന കുടുംബത്തിലായിരുന്നു. AKG പക്ഷേ EMSനെ പോലെ തന്നെ ആ സമ്പന്നതയുടെ മടിത്തട്ടിൽ കഴിയാനല്ല ആഗ്രഹിച്ചത്. EMS പറഞ്ഞതുപോലെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രന്മാരായി ഈ രണ്ട് നേതാക്കളും മാറി. അവരുടെ വഴി ഈ രാജ്യത്തിലെ പണിയെടുക്കുന്നവരുടെ, ഭാരം ചുമക്കുന്നവരുടെ മോചനത്തിനാണ് എന്നത് പിന്നീട് ഈ നാട് തിരിച്ചറിഞ്ഞു. എവിടെയെല്ലാം അടിച്ചമർത്തപ്പെടുന്നവരുണ്ടോ, എവിടെയെല്ലാം കൃഷിക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നവരുണ്ടോ, അവിടെയെല്ലാം AKG ഓടിയെത്തുക മാത്രമല്ല, അനീതിക്കെതിരായി പൊരുതാനുള്ള സമരമടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ഇതായിരുന്നു ജീവിത അവസാനം വരെ AKG. തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ അധികാര കുത്തക ആദ്യമായി അവസാനിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒടുവിൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന EMSൻ്റെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സകലമാന ജനാധിപത്യ വിശ്വാസികളെയും സ്വേച്ഛാധിപത്യത്തിനെതിരായി അണിനിരത്തിക്കൊണ്ട് ഒരു പോർമുഖം തുറന്നുകൊണ്ടാണ് AKGയും EMSും എല്ലാം നാടിനെ നയിച്ചത്. അതിൻ്റെ ഫലമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് എല്ലാ കാലത്തും അവിടെ അധികാരത്തിലിരിക്കാൻ കഴിയില്ല എന്ന് ആദ്യമായി ഇന്ത്യ തെളിയിച്ചത്. ഇന്ന് 1977 ശേഷം നൂറ്റാണ്ടുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ രുചി അറിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും 3/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ അസ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഉരുമ്പിട്ടിറങ്ങിയ മോഡി സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം AKG ദിനത്തിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനാരാണ്? ഇടതുപക്ഷമല്ലാതെ മറ്റൊരു പക്ഷമില്ല. ലോകത്തെ സംഭവവികാസങ്ങളിലും ഇടതുപക്ഷം മാത്രമാണ് ജനപക്ഷത്ത്. വെടി നിർത്തിയപ്പോൾ ലോകമാകെ ആഗ്രഹിച്ചു ഇനി വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവില്ല, വീണ്ടും ഒരു ബോംബ് ആക്രമണം ഉണ്ടാവില്ല. പക്ഷേ വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ ബോംബ് ആക്രമണത്തിലൂടെ ഗാസയിൽ കൊലപ്പെടുത്തിയത് 419 പേരെയാണ്. മനുഷ്യക്കുരുതിയാണത്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ അവിടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനി ആരാണ് ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാനെന്ന ചോദ്യം ചില മാധ്യമങ്ങൾ തന്നെ ഉയർത്തുകയുണ്ടായി. ആദ്യകാലത്ത് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മുൻ പേജിൽ പാലസ്തീനിലെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ അച്ചടിയിലൂടെ സാധിച്ചിരുന്നില്ല. കാരണം അവരുടെ നിലപാട് പരോക്ഷമായി ഇസ്രയേലിനെ സഹായിക്കുന്നതായിരുന്നു. ഇസ്രയേലിനെ സഹായിച്ചുകൊണ്ട് കാസ എന്ന ക്രിസ്ത്യൻ തീവ്രവാദ സംഘടന, മുസ്ലിം വിരുദ്ധ
അക്രമമാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് പോലും ആക്ഷേപിച്ചു. കണ്ണുള്ളവർ കണ്ണു തുറന്നു നോക്കണം. ഇപ്പോൾ ഗാസയിൽ നടന്നത് ഹമാസിന്റെ അക്രമമല്ല, ഹമാസിന്റെ അക്രമത്തെ തുടർന്നുള്ള പ്രത്യാക്രമണമല്ല. വെടിനിർത്തിയതിന് ശേഷം വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ട് അവിടെ മനുഷ്യക്കുരുതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അവിടെയും നിശ്ചയദാർഢ്യത്തോടെ ഇടതുപക്ഷമാണ്. ശിശുരോധനം, സ്ത്രീകളുടെ കണ്ണീരുകൾ, ഇതൊക്കെ കാണുന്ന ഏതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ലോകത്താകെ യുദ്ധത്തോടൊപ്പമല്ല സമാധാനത്തോടൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. അതാണ് അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും പുതിയൊരു വസന്തകാലത്തിന് വേണ്ടി ആഗ്രഹിച്ച AKG ഇഷ്ടപ്പെട്ടത്. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കാണുന്ന ചിത്രം എന്താ? ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായ രീതിയിലാണിപ്പോൾ. അതാണ് ഹോളി ആഘോഷവേളയിൽ മുസ്ലിങ്ങളുടെ പള്ളി ടാർപോളിൻ കൊണ്ട് മൂടി കിട്ടിയ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. പശ്ചിമ ബംഗാളിലെ BJP നേതാവും പ്രതിപക്ഷ നേതാവുമായ ആള് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ബംഗാളിൽ മുസ്ലിങ്ങളെ നിയമസഭയിൽ കയറ്റില്ല. UP-യിൽ ഒരു MLA പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഹോളി ആഘോഷിക്കുമ്പോൾ മുസ്ലിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഇറങ്ങുന്നുണ്ടെങ്കിൽ ടാർപോളിൻ കൊണ്ടുണ്ടാക്കിയ ഹിജാബ് ധരിക്കണം. ഡൽഹിയിലൊന്ന് നേതാവ് പറഞ്ഞത് മുസ്ലിങ്ങളെ പുറത്തിറങ്ങാൻ വിടില്ല എന്നായിരുന്നു. ഇതാണ് മുസ്ലിം വിരോധം. RSSന്റെ പ്രത്യയശാസ്ത്ര രേഖയിൽ പറയുന്നത് പോലെ മുസ്ലിം വിരുദ്ധവും ക്രിസ്ത്യൻ വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ് അവരുടെ തത്വശാസ്ത്രം. അവിടെയാണ് മനുഷ്യത്വം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. മനുഷ്യനുള്ള എല്ലാവരും, മനുഷ്യരായ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണിത്. വിശ്വാസികൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഒരുമിച്ച് നിൽക്കണം. RSSനെ നേരിടാൻ SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും തുറന്നിരുന്ന മറ്റൊരു വർഗീയ തീവ്രവാദ പാതയല്ല, മറിച്ച് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന പാതയാണ് വേണ്ടത്. അത് മതനിരപേക്ഷ പക്ഷമാണ്. അവിടെ കോൺഗ്രസ് പോലും ചില ഘട്ടങ്ങളിൽ RSS അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. മറ്റൊരു കൂട്ടർ സമീപകാലത്ത് ഉയർന്നു വന്നതാണ് കാസ, ക്രിസ്ത്യൻ മേഖലയിൽ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവർ. അപ്പോൾ ഒരു വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയത പരിഹാരമല്ല. അപ്പോൾ മതവിശ്വാസികളും മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ മാത്രമേ ഈ നാടിനെ ശരിയായ പാതയിലൂടെ നയിക്കാൻ കഴിയൂ. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് ഒരു സന്ദേശം നൽകി. എല്ലാ വർഗീയതക്കുമെതിരായി മതനിരപേക്ഷ പക്ഷത്ത്, ജനാധിപത്യ പക്ഷത്ത് 26 കക്ഷികൾ അണിചേർന്നു. അതിൻ്റെ ഫലമായി BJPക്ക് നിലവിലുള്ള സീറ്റിനേക്കാൾ 63 സീറ്റ് കുറഞ്ഞു. BJP അധികാരത്തിലെത്തിയത് മറ്റ് കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ്. തനിച്ച് 400-ലേറെ സീറ്റ് നേടുമെന്ന് അഹങ്കരിച്ചവർക്ക് തിരിച്ചടിയുണ്ടായി. പക്ഷേ ആ സന്ദേശം കോൺഗ്രസിന് പിന്നീട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും കോൺഗ്രസ് സ്വീകരിച്ച സമീപനം. അവരുടെ വലിയേട്ടൻ മനോഭാവം, അവർ BJPക്കെതിരായി വിശാലമായ ഇന്ത്യ വേദിയിലെ കക്ഷികളെ ഒന്നിപ്പിച്ച് അണിനിരത്താൻ പരിശ്രമിക്കാത്തത് മൂലമാണ് ഈ 3 സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ എത്തിയത്. BJPക്ക് അധികാരം ലഭ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ഇന്നിപ്പോൾ കോൺഗ്രസ് മാറി. കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള നിലപാടും വ്യത്യസ്തമല്ല. കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJP അല്ല, ഇടതുപക്ഷമാണ്. അതാണ് അവർ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം രാജ്യത്തിന് മാതൃകയാണെന്ന് എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ പറയാൻ തുടങ്ങി. അതിൽ വസ്തുതകളും കണക്കുകളും ഉദ്ധരിച്ച് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഏത് സംസ്ഥാനമാണ് വ്യാവസായിക മേഖലയിൽ കുതിച്ചുയരുന്നത്? അത് കേരളമാണ്.
കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ വ്യവസായ മന്ത്രി രാജീവിന് അവാർഡ് കൊടുത്തു. അദ്ദേഹം തിരിച്ചിവിടെ വന്നു. ജനങ്ങൾ അതിനെ പിന്തുണച്ചു. ചുരുക്കം വർഷം കൊണ്ട് തന്നെ 3 ലക്ഷത്തിലധികം വരുന്ന വ്യവസായ സംരംഭങ്ങളിലൂടെ 7.60 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കത്തക്ക നിലയിൽ കേരളം മാറി. അതുകൊണ്ടാണ് വ്യവസായ സൗഹൃദ പട്ടികയിൽ ഒന്നാമതെത്തിയത്. ഈ വസ്തുത ശശി തരൂർ പറഞ്ഞപ്പോൾ ശശി തരൂറിനെ മേക്കിട്ടുകയാണ്. അതേ ശശി തരൂർ മോഡിയെ സ്തുതിച്ചപ്പോൾ ഒരക്ഷരം ഉരിയാടുന്നില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തകർക്കലാണ്, BJPയെ സഹായിക്കലാണ്. BJPയെ സഹായിക്കുന്ന ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവിനെ പരോക്ഷമായി പോലും വിമർശിക്കാത്ത കോൺഗ്രസ് ഇടതുപക്ഷത്തിനെതിരായി ശശി തരൂർ പറഞ്ഞാൽ പൂർണ്ണമായി പിന്തുണക്കും. ഇടതുപക്ഷത്തിന് അനുകൂലമായി പറഞ്ഞാലോ അവിടെ കോൺഗ്രസ് നിശബ്ദമാണെന്നല്ല, മറിച്ച് ശശി തരൂറിനെ BJPക്ക് വേണ്ടി ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കോൺഗ്രസ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഏറ്റവും ഒടുവിൽ ചില ആശമാർ SUCIയുടെ കീഴിൽ അണിനിരന്ന് നടത്തുന്ന സമരം. 21,625 ആശമാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തവരുണ്ട്. 2005 അന്നത്തെ UPA ഗവൺമെന്റ് ആരംഭിച്ചതായിരുന്നു ആരോഗ്യ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരായ വളണ്ടിയർമാരായി ആശമാർ. അവർ തൊഴിലാളികളായിട്ടല്ല, വളണ്ടിയർമാരായിട്ടാണ് അന്ന് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിച്ചു. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഒരു അലവൻസ് കൊടുത്തു. ആ അലവൻസ് 2006 നൽകിയതല്ലാതെ അതിനുശേഷം കഴിഞ്ഞ 19 വർഷമായി ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. അന്നത്തെ അതേ തുക 3000 രൂപ, അതിൽ 60% കേന്ദ്രം, 1800 രൂപ, 1200 രൂപയായ 40% സംസ്ഥാനം. ഇതാണ് ഇതുവരെ കൊടുത്തു വരുന്നത് രാജ്യത്താകെ. എന്നാൽ കേരളം എന്ത് ചെയ്തു? കേന്ദ്രം നൽകുന്ന അലവൻസിന്റെ 40% കേരളം വഹിച്ചുകൊണ്ട് തന്നെ കേരളം 7000 രൂപ പ്രത്യേകമായി ഓണറേറിയം പ്രഖ്യാപിച്ചു. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ഓണറേറിയമാണ്. നേരത്തെ കോൺഗ്രസ്സുകാർ നിയമസഭയിലും മറ്റും പ്രസംഗിച്ചു, കർണാടക 10,000 രൂപ ഓണറേറിയം കൊടുക്കുന്നു. കർണാടക കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് ഇപ്പോൾ. കഴിഞ്ഞ ജനുവരിയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ 10,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ തൊട്ടടുത്ത മാസം കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ചതുപോലെ അവിടെ മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്യ തന്നെയാണ് ധനമന്ത്രി, അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ പറഞ്ഞു 1000 രൂപ ടീമുകളുടെ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു അലവൻസ് കേവലം 1000 രൂപയാണ്. എന്നേ 7000 ഇവിടെ ഓണറേറിയം കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണമടക്കം കണക്കിലെടുത്താൽ 1800 കഴിഞ്ഞ് 1200, 7000, പിന്നെ നൽകുന്ന ചില പ്രത്യേക അലവൻസ് ഉണ്ട്, ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെയുള്ള ചില പ്രത്യേക പാക്കേജായി നൽകുന്നത്. എല്ലാം ചേർന്ന 13,200 രൂപയാണ് കേരളം നൽകുന്നത്. 13,200 രൂപയെന്ന ആശമാർക്കുള്ള അലവൻസും ഓണറേറിയവുമായി മാസം തോറും പ്രതിഫലം നൽകുന്ന ആ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കല്ലല്ലോ SUCI സമരം നടത്തേണ്ടത്. 21,625 ആശമാരുള്ളതിൽ 450 താഴെ ആളുകൾ മാത്രമല്ലേ ഇതുവരെ ആശമാരുടെ പ്രവർത്തനങ്ങൾ, ജോലികൾ ചെയ്യാത്തവർ ഉള്ളതായി രേഖകൾ തെളിയിക്കുന്നത്. അപ്പൊ SUCI നടത്തുന്ന സമരം ആശമാരുടെ താല്പര്യത്തിനു വേണ്ടിയല്ല, ആശമാർക്ക് അർഹതപ്പെട്ടത് കിട്ടണം. ഈ നിലപാടാണ് CITU-വിനും CPM-നും ഇടതുപക്ഷ സർക്കാരിനുമുള്ളത്. CITU ഡൽഹിയിൽ സമരം ആരംഭിച്ചു. ആ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യം എന്താ? 1, തൊഴിലാളിയായി അംഗീകരിക്കണം. 2, ഇന്നത്തെ
മിനിമം കൂലി അനുസരിച്ച് ആശമാർക്ക് 26,000 രൂപ പ്രതിമാസം അനുവദിക്കണം. മൂന്നാമത്തെ ഡിമാൻഡ് എന്താ? കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണം. കേരളത്തിൽ 100 കോടി ഉറുപ്പിക കുടിശ്ശികയാണ്. പക്ഷെ അവര് തരാതെ തന്നെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർത്തു. അപ്പൊ കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ ഡിമാൻഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരമെങ്കിൽ സമരം നടത്തേണ്ടത് ഡൽഹിയിലല്ലേ? ഇനി ഡൽഹിയിൽ പോകാൻ പ്രയാസമുണ്ടെങ്കിൽ SUCIക്ക് രാജ്ഭവന്റെ മുമ്പിൽ സമരം നടത്തിയാൽ പോരെ? ഇനി രാജ്ഭവന്റെ മുമ്പിൽ സമരം നടത്താൻ കഴിയില്ലെങ്കിൽ അവർക്ക് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്താണ് AG ഓഫീസ്, അവിടെ നടത്താലോ. ഇനി SUCIക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഇടതുപക്ഷ വിരുദ്ധ നിലപാടേ ഇല്ല എന്ന് വാദത്തിന് സമ്മതിച്ചാൽ അവര് പറയേണ്ടത് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കണം, തൊഴിലാളിയായി ആശമാരെ അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി അവർ പറയണ്ടേ? അവിടെയാണ് SUCI ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവര് പറഞ്ഞു കേന്ദ്രം വർദ്ധിപ്പിക്കുകയൊന്നും വേണ്ട, സംസ്ഥാനമാണ് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടത്. ഇത് പറഞ്ഞതോടുകൂടി സുരേഷ് ഗോപി എന്തിനാണ് അവിടെ പോയത് എന്നത് കൃത്യമായ ആളുകൾക്ക് മനസ്സിലായി. സുരേഷ് ഗോപി അവിടെ പോയി പറഞ്ഞത് എന്താ? ഞങ്ങൾ നിങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കും. ഞാൻ ഡൽഹിയിലെത്തിയാൽ ഉടൻ ആരോഗ്യമന്ത്രിയോട് പറയും. ഇദ്ദേഹം ഡൽഹിയിലെത്തി. ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു അലവൻസ് പെട്ടെന്ന് വർദ്ധിപ്പിക്കൂല, വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതേ ആരോഗ്യമന്ത്രി കേരളത്തിലെ SUCI അടക്കമുള്ളവർ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി അവിടെ പോയി നിവേദനം സമർപ്പിക്കാനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനും സമയം ചോദിച്ചപ്പോ കാണാൻ പോലും അവസരം കൊടുത്തില്ല. ഇവിടെയാണ് SUCI BJP സ്പോൺസർ ചെയ്ത സമരമാണെന്ന് തിരിച്ചറിയുന്നത്. എല്ലായിരുന്നെങ്കിൽ ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രി വന്നാൽ കാണാതിരിക്കുക. ആരാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരം സ്പോൺസർ ചെയ്യുന്നത്? BJP ആണ്, മറ്റാരുമല്ല. BJPക്ക് ഈ മേഖലയിൽ സംഘടനയില്ല. SUCIയിലൂടെ SUCI എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗ സംഘടനയാണെന്നുള്ള ധാരണയിൽ ആരെങ്കിലും അതിൽ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് BMSന് സംഘടന ഉണ്ടാക്കണം. ഇതാണ് BJPയുടെ ലക്ഷ്യം. അവിടെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയത്. ഇവിടെയാണ് UDF, കോൺഗ്രസ്, BJP അന്തർധാര നമ്മൾ കാണുന്നത്. BJP കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ശ്വാസം മുട്ടിക്കുകയാണ്. അവർ നമുക്ക് നൽകാനുള്ള നികുതി വിഹിതം നൽകുന്നില്ല, ഗ്രാന്റ് നൽകുന്നില്ല, കടമെടുക്കാനുള്ള അനുമതി നൽകുന്നില്ല, എയിംസ് ഇല്ല, റെയിൽവേ വികസന പദ്ധതികളില്ല. ഇങ്ങനെയെല്ലാം കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് ശ്വാസം മുട്ടിക്കുമ്പോൾ ഒരു വാക്കുപോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉയരുന്നില്ല. കേന്ദ്രത്തിനെതിരായി BJP നടത്തുന്ന എല്ലാറ്റിനെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ തനി നിറം നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷം CPIMന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് അംഗീകരിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയെ അടിസ്ഥാനമാക്കി എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. CPIM സമ്മേളനം അംഗീകരിച്ച ആ രേഖ ഇടതുപക്ഷം കൂടി ചർച്ച ചെയ്ത്, സർക്കാരിൽ കൂടി ചർച്ച ചെയ്ത്, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന പ്രത്യേക പരിസ്ഥിതിയിൽ എങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വിഭവം കണ്ടെത്താൻ കഴിയും, എങ്ങനെ ബദൽ മാർഗങ്ങൾ ആരായാൻ കഴിയും. എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു ബദൽ മാർഗമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ജനങ്ങളെ 25 വർഷത്തിനകം വികസിത
മധ്യവർഗ രാജ്യങ്ങളിലെ ജനജീവിതത്തിനനുസരിച്ച് അവരുടെ നിലവാരം മെച്ചപ്പെടുത്തണം. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ തന്നെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാണ്, ഇതിനേക്കാൾ മെച്ചപ്പെടണം. അതിനൊരു കർമ്മ പദ്ധതി വേണം. അതാണ് കൊല്ല സമ്മേളനം മുന്നോട്ട് വെച്ച കർമ്മ പദ്ധതി. അതിന് പണം വേണം. കിഫ്ബി ഒരു മാർഗമായിരുന്നു. ഇപ്പൊ കിഫ്ബിയെയും കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു. എങ്ങനെയാ തടഞ്ഞത്? നിങ്ങൾ കിഫ്ബിക്ക് വേണ്ടി വാങ്ങുന്ന വായ്പ സർക്കാരിന്റെ വായ്പയാണ്. പെൻഷൻ എല്ലാവരും ഇടതുപക്ഷ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്ന ഒരു പദ്ധതിയാണ്. 62 ലക്ഷം പേർക്ക് പ്രതിമാസം 900 കോടി രൂപ ചെലവഴിച്ച് 1600 രൂപ വീതം പെൻഷൻ. ആ പെൻഷൻ മുടക്കുക, അതാണ് പെൻഷൻ കമ്പനി രൂപീകരിച്ച് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി വായ്പ വാങ്ങുന്നത് സർക്കാരിന്റെ വായ്പയായി അവർ കണക്കാക്കിയത്. കിഫ്ബി വഴി 80,000 കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടന്നപ്പോ ഇനി റോഡും പാലവും സ്കൂൾ കെട്ടിടവും ആശുപത്രി കെട്ടിടവും ഒന്നും ഇവന്മാർ പണിയണ്ട. പെൻഷൻ 1600 വീതം ഇനി ഇവന്മാർ കൊടുക്കണ്ട. ഈ ദുഷ്ടബുദ്ധിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ബജറ്റിന് വെളിയിൽ കടം വാങ്ങി ഒരു ബദൽ പദ്ധതിയാണത്. അങ്ങനെ വികസനവും ക്ഷേമവും നടപ്പാക്കാൻ നോക്കിയപ്പോ തടഞ്ഞത്. അതിനെ നേരിടണം. നിങ്ങൾ അത് ചെയ്താലും കേരളം മുന്നോട്ട് പോകും. അതാണ് പുതിയ ധന സമ്പാദന മാർഗങ്ങൾ. അതുകൊണ്ട് പുതിയ മാർഗങ്ങൾ നടപ്പാക്കുമ്പോൾ ജനങ്ങളെ ദ്രോഹിക്കാതെ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് വളരെ വിശദമായി പരിശോധിക്കാൻ കഴിയും വിധത്തിലുള്ളൊരു മാർഗരേഖ, അതാണ് CPIM കൊല്ല സമ്മേളനം മുന്നോട്ട് വെച്ചത്. അതിലൂടെ കേരളം മുന്നോട്ട് പോകും. അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുവക്കുന്നവരുടെയും പുതിയ വസന്തകാലത്തിന് വേണ്ടിയാണ് AKG പൊരുതിയതെങ്കിൽ ആ പോരാട്ടത്തിന് ഇതാ കേരളത്തിലെ ഇടതുപക്ഷം പുതിയ അർത്ഥവും മാനവും നൽകുകയാണ്. ആ ഇടതുപക്ഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ ആവനാഴിയിലെ എല്ലാ ആയുധവും UDF-ഉം BJP-യും SDPI-യും ജമായത്തെ ഇസ്ലാമിയും കാസയും ഒപ്പം വലതുപക്ഷ മാധ്യമങ്ങളും ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ കാത്തു സൂക്ഷിക്കാൻ AKGയുടെ സ്മരണ പുതുക്കിക്കൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു.